വാങ്ങുന്നതും വിൽക്കുന്നതൊക്കെ സ്ഥലങ്ങൾ. ഇവിടെ നമുക്ക് എഴുതിയ വെച്ചാണേ. ഇനിയിപ്പോൾ ഇത് നമുക്ക് ശരിക്ക് അറിയാം. 1426 ആണ്. അതായത് ഏകദേശം ഒരു 700 വർഷം. ഇതാ ഇവിടെ ഇത്രയും സംഭവങ്ങളുണ്ട് കാണാൻ. ആയിട്ടില്ല, ഇത് കൂടെ എക്സിറ്റില്ല. ഇവിടെ നിർത്തിയിട്ട് ഇവിടെ കുറച്ച് കാണാനുണ്ട്. ഏതായാലും നമ്മൾ നടന്ന് ഇപ്പൊ ലാസ്റ്റ് വണ്ടി കയറി. അതെന്തേ ക്ഷീണിച്ചോ? കുഴപ്പമില്ല. ഇവിടെ ലോട്ടസ് മഹലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ പാർക്ക് ചെയ്തിട്ടുള്ള. എന്തായാലും ഞാൻ പോരാ കേട്ടോ. പൈസ വരണുണ്ടോ? ഇത് നമ്മളെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ ഭാരതത്തിൻ്റെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഭാഗങ്ങളൊക്കെ പഠിക്കാനും അതിനെക്കുറിച്ച് അറിയാനും ഒക്കെ വളരെ ഉപകരിക്കുന്ന സ്ഥലമാണ് ഹംപി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ വന്ന് കണ്ട് നമുക്ക് പെട്ടെന്ന് തിരിച്ചു പോകാന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഒരിക്കലും വരാൻ പാടുള്ളത്. നമുക്ക് ഒരു മിനിമം ഒരു 6 ദിവസമെങ്കിലും ഇവിടെ കറങ്ങിയാണ്ട് കാണണം. എങ്കിലേ നമുക്ക് അത് നമ്മളെ മനസ്സിൽ ശരിക്കും പതിയുള്ളൂ. നമ്മളിപ്പോൾ ഈ മതിൽക്കെട്ടിൻ്റെ ഉള്ളിലേക്ക് ഇവിടെ ഒരു എൻട്രൻസ് ഉണ്ട്. ഇവിടെ കയറാൻ എന്താണ് പ്രൊസീജിയർ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഈ മതിൽക്കെട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞു. ഈ മതിൽക്കെട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ തന്നെ ഫസ്റ്റ് ഇവിടെ അങ്ങനെ ഒരു മണ്ഡപമാണ് കാണുന്നത് നമുക്ക്. ഇവിടെ ഇതുപോലെ ഒരുപാട് ചരിത്രത്തിൻ്റെ ശേഷിപ്പുകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരുപാട് കാലങ്ങൾക്ക് മുന്നേ എല്ലാ പ്രതാപത്തോടു കൂടി കണ്ട് തലയോർത്തി നിന്ന് ഇതേ കൊന്നപ്പൂ നോക്കിയാൽ അതിന് കളർ നോക്കിയാൽ അത് 2, 3, 4 ഐറ്റംസ് കളറുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഈ കൊന്നമരത്തിൽ 4 ഐറ്റംസ് കളറായിരുന്നു. ഏകദേശം ഒരു 10-700 വർഷങ്ങൾക്ക് മുന്നേ വളരെ പ്രൗഢിയോടും വളരെ പ്രതാപത്തോടു കൂടി തലയോർത്തി നിന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഇനി നമ്മളെ ഇത് നോക്കുക, നമുക്ക് നടക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് നടക്കാണ്ട്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഇത് കൂടെ ഈ പാസേജ് കൂടെ പോകുമ്പോൾ കാണുന്നത് മാത്രം. ഇതാണ് ലോട്ടസ് മഹൽ. മൂസ, ഇതാണ് ലോട്ടസ് മഹൽ. ലോട്ടസ് മഹൽ പറഞ്ഞാൽ താമര. ലോട്ടസ് എന്ന് പറഞ്ഞാൽ താമരയാണ്. ഒരു താമര വീട്, അതാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഉള്ളിലേക്കൊന്നും ആർക്കും എൻട്രൻസ് ഇല്ല. പക്ഷെ ഞാൻ അന്ന് വന്ന സമയത്തൊക്കെ ഉള്ളിലേക്ക് കയറാൻ പറ്റിയായിരുന്നു. ഇതുകൂടെ അങ്ങനെ കയറാം. ഇതാണ് ഹംപിയിലെ ലോട്ടസ് മഹൽ. ഇതാണ് ഹംപിയിലെ ലോട്ടസ് മഹൽ എന്നറിയപ്പെടുന്ന സ്ഥലം. നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഒരു താമര, എല്ലാം കൊണ്ടൊരു താമര ആകൃതിയിലാണ് ഇതിൻ്റെ നിർമ്മാണം. ഇവിടെ തറകളൊക്കെ മറ്റേതുപോലെ തന്നെയാണ്. ഇങ്ങനെ കരിങ്കല്ലിൽ തന്നെയാണ് നിർമ്മിച്ചത്. ഇത് തറ കരിങ്കല്ലില്, പിന്നെ ഫില്ലറൊക്കെ കരിങ്കല്ല് തന്നെയാണ്. പക്ഷെ അതിൻ്റെ മേലെ ചുണ്ണാമ്പ് കല്ലിൽ തേച്ചതിന് ശേഷം ഒരുപാട് ഇതൊക്കെ അത്ര നല്ല മിനുസാണ് അല്ലേ? നമുക്ക് ഇവിടെ കാണാം.
അവിടെ ആ ആ പിന്നെ കോർണറിൽ നമുക്ക് കാണാം ഒരു കാവൽമാടം പോലെ അല്ലേ മൂസേ? ഇവിടെ ഒരു കിണറുണ്ട്. ഇതിനെത്ര ഡീപ്പ് ഉണ്ട് നോക്കാം. ഒരുപാട് താഴ്ചയുണ്ടല്ലേ. നമുക്ക് നോക്കിയാൽ ഇങ്ങനെ നോക്കിയാൽ കാണാം. ഒരു നെറ്റുണ്ട് മേലെ. അപ്പോൾ നമുക്ക് ലോട്ടസ് മഹൽ ഇതാണ്. എന്തായാലും വീഡിയോ ഒരുപാട് ലെങ്താണ്. അപ്പോൾ ചെറിയൊരു മഴ ചാറുന്നുണ്ട്. അപ്പോൾ മഴ സ്ട്രോങ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചു പോകും. അപ്പോൾ ആദ്യത്തെ ഒരു എൻട്രൻസ് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഒരു എൻട്രൻസിലേക്ക് നമ്മൾ കയറുകയാണ്. രണ്ടാമത്തെ എൻട്രൻസിലേക്ക് കയറുന്ന സമയത്താണ് ഇവിടെ ജയിലുകളും ഒക്കെ കാണാം നമുക്ക്. ഇത് ശരിക്കും ഒരു കാവൽപ്പര തന്നെയാണേ. എന്താ അതിൻ്റെ അടിയിൽ സേറ കാണുന്നുണ്ട്. ഇവിടെ കച്ചവടക്കാരൊക്കെ സമയം ആയപ്പോൾ അവർ എല്ലാം പാക്ക് ചെയ്തുകൊണ്ട് പോവുകയാണ്. ഇതാണ് പഴയ കാലത്തെ ഒരുപാട് സംഭവങ്ങൾ. നമുക്കിത് ശരിക്കും അറിയില്ല പറഞ്ഞു തരാൻ. എന്താണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരാനൊന്നും അറിയില്ല. ഇതിൻ്റെ പിറകിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാഴ്ചകളുണ്ട് കാണാൻ. പക്ഷെ എന്താ ഇപ്പം നല്ല മഴ പെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ കാണാനുള്ള സ്ഥലങ്ങളൊക്കെയാണിത്. ഇതാ ഈ ബോർഡിൽ കൊടുത്തിട്ടുണ്ട്. ഒരുപാടൊന്നും നടക്കാൻ വയ്യ, അത്രയ്ക്കും ക്ഷീണിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ 8 മണി തൊട്ട് ഇതുപോലെ ഓരോ സ്ഥലത്ത് നടക്കുമായിരുന്നു. നമുക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ കെട്ടിടത്തിൻ്റെ പിറകുവശത്തൊക്കെ നമുക്ക് ഒരുപാട് കാണാം. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മാക്സിമം കാണാൻ ശ്രമിക്കണേ. അപ്പോൾ കാണാത്ത ആളുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടി ശ്രമിക്കണം കേട്ടോ. ഇത് ഒരു ജയിൽ പോലെയൊക്കെയാണ് കാണുന്നത്. ഇവിടുന്ന് ഒന്നൊന്ന് ഇതിൻ്റെ മച്ചെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയായിട്ട് വരുന്ന ഒരു റൗണ്ട് പോലെ നമ്മുടെ ചെമ്പിൻ്റെയൊക്കെ അടിഭാഗം ഉണ്ടല്ലോ, അതുപോലെയാണ് വരുന്നത്. ഇവിടെ നിന്നാണ് നോക്കിയാൽ അതുവരെ കാണുന്നുണ്ട്. ഇത് കണ്ടോ, ഒരുപാട് ഇതിൻ്റെ ഒന്നിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ഒക്കെ ഒരേപോലത്തെ മച്ച് എന്ന് പറഞ്ഞാൽ നമ്മളെ സാധാ ചെമ്പുണ്ടല്ലോ, ചെമ്പിൻ്റെ അടിവശത്തുള്ള അതുപോലെയാണ്. ഇവിടെ നിന്നിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സംഭവങ്ങളുണ്ട് കാണാൻ. അതുപോലെ അവിടേക്ക് കണ്ട് കാണാം. പക്ഷെ എന്താ ശരിക്കും നല്ല മഴ പെയ്യുന്നുണ്ട്. മഴ കൊണ്ടിട്ടാകുമ്പോൾ ഒക്കെ കാണാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടിക്കാണ്ട് വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്തിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ട്, അപ്പോൾ കാണാത്തവരെല്ലാവരും കാണണേ. ഒരുപാട് ലെങ്ത്താണ് വീഡിയോ, 30 മിനിറ്റൊക്കെയാണ് നമ്മളെ വീഡിയോ. അപ്പോൾ എല്ലാവരും ശരിക്കും സ്കിപ്പ് ചെയ്യാതെ കാണണേ.